ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ഈസി ടേസ്റ്റി ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ 1.5 കിലോ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല എന്ന് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ ചിക്കന് കുറച്ചുകൂടെ കളറും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഫ്രഷ് കറിവേപ്പിലയൊക്കെ നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് കുക്കർ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കിലോ ചിക്കനിലേക്ക് 3 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇതേ മെത്തേഡ് വേണമെങ്കിൽ ചട്ടിയിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പ്രഷർ കുക്കറിൽ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വരണം. അതുപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറി വരണം. അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പാകം നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് ചേർക്കുക. ഞാനിവിടെ ചേർക്കുന്നത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കനിലേക്ക് പറഞ്ഞ അതേ മെഷർമെൻറ്റ്സിലാണ് നിങ്ങൾ അത് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ മെഷർമെൻറ്റ് ഇതിലേക്കും ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. മസാല കരിഞ്ഞു പോകാനും പാടില്ല. കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ നല്ല പച്ചമണമൊക്കെ മാറി നല്ല മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഈ സമയം നമ്മൾ 3 സവാളയാണ് കറിക്കെടുത്തുള്ളത്. അപ്പോൾ 3 തക്കാളി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ച് എടുത്തു കൊണ്ടുവരികയാണ്. നല്ല ഫൈനായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് തക്കാളിയുടെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കുക. നമ്മളിങ്ങനെ തക്കാളി അരച്ച് ചേർക്കുന്നത് അരിഞ്ഞ് നമ്മൾ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ കറിക്ക് കട്ടിയും ഒക്കെ കിട്ടുന്നത് ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അത് തക്കാളിയും ഉള്ളിയും മസാലപ്പൊടികളോടും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊരു ഗ്രേവി പരുവാകുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാനുള്ള സമയമാണ്. നമ്മൾ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ചിക്കൻ. എന്നിട്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിലേക്ക് എല്ലാ മസാലകളും പിടിക്കണം. ഒരു 2-3 മിനിറ്റ് അതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, എത്രത്തോളം കറി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് അധികം ചാറല്ലാതെ കുറച്ച് വറ്റിയൊരു പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യാം.